നേരോടെ നിർഭയം നിരന്തരം. എഡിറ്റോറിയൽ പോളിസിയിൽ മുതലാളിമാരാരും കൈകടത്താറില്ല. ഇങ്ങനൊക്കെയാണ് വെപ്പെങ്കിലും ഇത് സത്യാന്ന് വിചാരിച്ച് ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ചേച്ചിക്ക് ഓർമ്മയുള്ളൂ. ഉടൻ തന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ച് മേലി ഇമാതിരി പരിപാടി ചെയ്തു പോയേക്കല്. ഇന്ത്യയിലെ കോടിക്കണക്കിന് പേരെയാ പരിഹസിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് പിടികിട്ടിയില്ല എന്നുണ്ടോ? ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരാം. ഏഷ്യാനെറ്റ് ന്യൂസിൽ സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന കവർ സ്റ്റോറി എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതില് മഹാകുംഭമേളയെ പരിഹസിച്ചു പോലും. ഉടൻ തന്നെ താക്കീത് നൽകിക്കൊണ്ട് മുതലാളിയുടെ രംഗപ്രവേശം. മുതലാളിയെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടയില്ലല്ലോ അല്ലേ? നമ്മുടെ BJPയുടെ സമുന്നതനായ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർജി. നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാനാ എല്ലാത്തിനും ഉത്തരം പറയണ്ടേ എന്നും പറഞ്ഞ് ജിയുടെ വക ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. സബാഷ്. മഹാകുംഭമേളയെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് എത്ര മലയാളികളാണെന്നോ എനിക്ക് മെസ്സേജ് അയച്ചത്. മാത്രമല്ല, മഹാകുംഭമേളയിൽ ജിയുടെ കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പുള്ളിക്ക് ദേഷ്യം വരാണ്ടിരിക്കുവോ? സ്വാഭാവികം. പിന്നെയല്ല ഷടപടയെന്നായിരുന്നു. അപ്പോൾ തന്നെ ജി തലപ്പത്തുള്ളവരെ വിളിച്ച് കാര്യം പറഞ്ഞു അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന് വാണിംഗും കൊടുത്തു. പുള്ളിക്ക് ഇത് നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. ഇതിപ്പോ നാട്ടുകാരെ എല്ലാം അറിയിച്ച് അവരായി, അവരുടെ മുതലാളിയായി നമ്മളില്ലേ. ഇതാണ് ഏഷ്യാനെറ്റിന്റെ മുതലാളി തൊഴിലാളി ബന്ധം. പക്ഷേ ഈ ബന്ധത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് പറഞ്ഞു തരാം, അത് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വിനിച്ചേട്ടൻ പറഞ്ഞത്, ഞങ്ങളുടെ എഡിറ്റോറിയൽ തീരുമാനങ്ങളിലൊന്നും ചാനൽ നിക്ഷേപകരൊന്നും ഇടപെടത്തില്ലെന്ന് പറഞ്ഞാൽ ഇടപെടത്തില്ല. അദ്ദേഹത്തിന്റെ വീരോജ്വലമായ വാക്കുകൾ എന്തായാലും സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും നേരോടെ നിർഭയമൊക്കെ പ്രവർത്തിക്കാൻ മുതലാളിമാര് പറയും. അതുപോലൊക്കെ ചെയ്യാൻ പറ്റൂന്ന് ഇപ്പൊ എല്ലാവർക്കും പിടികെട്ടി കാണുമല്ലോ അല്ലേ? കുറച്ചു കാലം മുന്നേ എളമരം കരീവിന്റെ മുഖത്തടിക്കണം, വണ്ടിയുടെ കാറ്റഴിച്ചു വിടണം എന്നൊക്കെയാ തലമൂത്ത ഈ മാധ്യമ പ്രവർത്തനം പറഞ്ഞത്. ഇപ്പൊ എന്തു പറ്റിയോ എന്തോ, ഒന്നും പ്രതികരിച്ചു കാണുന്നില്ല. എളമരം കരീം പോകുന്ന വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു. എളമരം കരീം പോയ ഒരു വണ്ടിയുടെ കാറ്റടിച്ചു വിടണമായിരുന്നു. എളമരം കരീമിനെ മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തണമായിരുന്നു. മുതലാളിമാർക്കെതിരെ അന്തിചർച്ച നടത്തണ്ട, BJP നേതാക്കളെ വിമർശിക്കണ്ട, CPM-നെ വിമർശിക്കാൻ 100 നാവാ. ഇതിപ്പോ അനക്കവും ഇല്ല, ആവിയില്ല, യോഗിക്കും മോദിജിക്കും ഫുൾ മാർക്ക്. നമ്മളില്ലേ.